നമസ്കാരം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഫസ്റ്റ് സെമസ്റ്റർ BA പൊളിറ്റിക്കൽ സയൻസ് ക്ലാസ്സുകളിലേക്ക് എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഫണ്ടമെന്റൽസ് ഓഫ് പൊളിറ്റിക്കൽ സയൻസ് എന്ന പേപ്പറിലെ സെക്കൻഡ് ബ്ലോക്കിലെ 4th യൂണിറ്റ് ദ ഫെമിനിസ്റ്റ് അപ്രോച്ച് ആണ് ഇന്ന് പഠിക്കുന്നത്. അപ്പൊ ഇവിടെ നമുക്കറിയാം എന്താണ് ഈ ഫെമിനിസ്റ്റ് അപ്രോച്ച് എന്ന് നമുക്കറിയാം. സ്ത്രീകള് കാലാകാലങ്ങളായിട്ട് സ്ത്രീകൾ അനുഭവിക്കുന്ന ചൂഷണങ്ങളിൽ നിന്നും ഒക്കെ സ്ത്രീകൾക്കിടയിൽ നിന്ന് രൂപപ്പെട്ടിട്ടുള്ള ഒരു തോട്ട് അല്ലെങ്കിൽ ഒരു മൂവ്മെന്റിനെയാണ് നമ്മൾ ഫെമിനിസ്റ്റ് അപ്രോച്ച് എന്ന് പറയുന്നത്. അപ്പൊ സമൂഹത്തില് സ്ത്രീകളുടെ അവസ്ഥയെ വിലയിരുത്തുകയും ലിംഗസമത്വം ഉറപ്പാക്കുന്നതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണ് ഈ ഫെമിനിസം എന്ന് പറയുന്നത്. ഇതൊരു സൈദ്ധാന്തിക അടിത്തറയുള്ള ഒരു സമീപനമാണ് ഫെമിനിസം എന്ന് പറയുന്നത്. ലിംഗഭേദം ബേസ് ചെയ്തിട്ടുള്ള അസമത്വങ്ങളെയും അതുപോലെ പീഡനങ്ങളെയും അധികാര വിഭജനങ്ങളെയും ഒക്കെയാണ് ഇവിടെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. നമുക്കിനി നോക്കാം ഈ ഫെമിനിസ്റ്റ് അപ്രോച്ചിന്റെ പ്രധാനപ്പെട്ട ആശയങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, സ്ത്രീകളുടെ അവകാശങ്ങൾ അല്ലെ, സ്ത്രീകളുടെ റൈറ്റ്സ് പുരുഷന്മാരോട് സമതുല്യമായിട്ട് ലഭിക്കണം എന്ന് പറയുന്ന ഒരു ആശയമാണ്. എല്ലാ സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ മേഖലകളിലും പുരുഷന് തുല്യമായ റൈറ്റ് സ്ത്രീകൾക്ക് വേണം എന്ന് പറയുന്ന ഒരു ആശയമാണ് ഫെമിനിസം എന്ന് പറയുന്നത്. രണ്ടാമത്തേത്, ഒരു പാട്രിയാർക്കൽ സിസ്റ്റത്തിനെതിരെയുള്ള, പാട്രിയാർക്കൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്, പിതൃദായ ക്രമം അനുസരിച്ചിട്ടുള്ള അല്ലെ, സമ്പത്തും ലീനിയേജും ഒക്കെ ഫാദർ ടു സിബ്ലിങ്സ് അല്ലെങ്കിൽ ഫാദർ ടു കിഡ്സ് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റം അല്ലെ, പിതൃദായ ക്രമം എന്ന് പറയുന്നത് മക്കത്തായ രീതിയിൽ കൈമാറ്റം ചെയ്യപ്പെടുന്ന ഒരു സിസ്റ്റം. ഇതിനെ അവഗണിച്ചുകൊണ്ടുള്ള ഇതിനെതിരെയുള്ള ഒരു സിസ്റ്റമാണ്. അതായത് അമ്മ അവിടെ ഇമ്പോർട്ടന്റ് അല്ലാതെ വരുന്നുണ്ട് അല്ലെ, അച്ഛന്റെ താവഴി അല്ലെങ്കിൽ അച്ഛൻ്റെതായ ക്രമമാണ് നിലനിൽക്കുന്നത്. അപ്പൊ അതിനെതിരെയുള്ള ഒരു സിസ്റ്റമാണ്. 3, സ്ത്രീ വിരുദ്ധമായിട്ടുള്ള സാമൂഹിക ചട്ടങ്ങളോടുള്ള ഒരു കലഹം, അതാണ് ഇതിന്റെ ആശയം. ഒരു നിർമ്മിത സ്വഭാവം, ഒരു സാമൂഹിക വ്യവസ്ഥകളുടെ ഒരു നിർമ്മിത സ്വഭാവത്തിനെതിരെയുള്ള ഒരു കലഹമാണ് ലിംഗ നിർണയം. അതുപോലെ ലിംഗ നിർദ്ധാരണം എന്ന് പറയുന്നത് ഇത് പ്രകൃതിദത്തമല്ല, പ്യുവർലി അത് ബയോളജിക്കൽ ആയിട്ടുള്ള ഒരു ഡിവിഷൻ ആണ് എന്നതാണ് ഇവര് ഫെമിനിസ്റ്റുകളുടെ വാദം. ദെൻ അടിമത്തത്തിലും പീഡനത്തിൽ നിന്നും ഒക്കെയുള്ള മോചനം. ആസ് എ വുമൺ ഒരു വ്യക്തി അനുഭവിക്കുന്ന അടിമത്വം, അതിൽ നിന്ന് രൂപപ്പെട്ടു വരുന്ന പീഡനങ്ങൾ, ഇതിൽ നിന്നൊക്കെയുള്ള മോചനത്തിന് വേണ്ടിയിട്ടാണ് ഫെമിനിസം നിലകൊള്ളുന്നത്. ഇത് നമുക്ക് ഫെമിനിസത്തിന്റെ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പലയിടത്തു നിന്നും എപ്പോഴും നമുക്ക് അറിയാവുന്നതാണ്. ഞാൻ പ്രത്യേകിച്ച് പുതുതായിട്ടൊന്നും നിങ്ങൾക്ക് പരിചയമില്ലാത്ത ഒരു കാര്യം ഇതുവരെ പറഞ്ഞിട്ടില്ല. എന്നാൽ ഇനി നമ്മൾ പറയാൻ പോകുന്നത് നിങ്ങൾക്കൊരു എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നിങ്ങൾ നോട്ട് പ്രിപ്പയർ ചെയ്ത് പഠിക്കേണ്ട ഒരു മേഖലയാണ്. നന്നായിട്ട് ശ്രദ്ധിക്കുക. അതായത് ഫെമിനിസത്തിന്റെ ശാഖകൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഇനി നോക്കുന്നത്. ഓക്കെ, അത് ഫസ്റ്റ് വൺ ലിബറൽ ഫെമിനിസം ആണ്. ഉദാര നാരീവാദം എന്ന് പറയും. ഫെമിനിസ്റ്റിനെ മലയാളീകരിച്ച് പറയുന്നത് നാരീവാദം എന്നാണ്. ഉദാര നാരീവാദം അല്ലെങ്കിൽ ലിബറൽ ഫെമിനിസം എന്ന് പറയാം. ഇതിനർത്ഥം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരേ അവകാശങ്ങള് നിയമപരമായിട്ട് ഉറപ്പുവരുത്തണം എന്നുള്ള ഒരു ആവശ്യം, അതാണ് ഉദാര ഫെമിനിസം എന്ന് പറയുന്നത്. ദെൻ മാർക്സിസ്റ്റ് ഫെമിനിസം ആണ് അടുത്തത്. മാർക്സിസ്റ്റ് ഫെമിനിസം സ്ത്രീകളുടെ ഒരു അവരിങ്ങനെ ഒരു ദാസ്യവേല ചെയ്യുന്ന അല്ലെ, ഒരു അടിമവേല ചെയ്യുന്ന അവസ്ഥയുണ്ട്. ഇത് ക്യാപിറ്റലിസത്തിന്റെ ഭാഗമാണെന്നും സാമ്പത്തിക മോചനമാണ് സ്ത്രീക്ക് അവരുടെ വിമോചനത്തിന്റെ ഹേതു എന്നും പറയുന്ന ഒരു സിസ്റ്റമാണ് മാർക്സിസ്റ്റ് സമീപനത്തിലെ ഫെമിനിസം എന്ന് പറയുന്നത്. നമുക്കറിയാം, നിങ്ങളെ ഇതിന്റെ ഒരു കീ ആയിട്ട് എപ്പോഴും ഓർത്തിരിക്കേണ്ടത് മാർക്സുമായിട്ട് ബന്ധപ്പെട്ട മാർക്സിസ്റ്റ് സമീപനം എല്ലാ സിദ്ധാന്തങ്ങളിലും അതിന്റെ ഒരു മാർക്സിസ്റ്റ് സമീപനം നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ടാവും. അപ്പൊ മാർക്സിസവുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ഡിസ്കസ് ചെയ്താലും അവിടെ മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക്, സാമ്പത്തിക കാര്യങ്ങൾക്കാണ് പ്രാധാന്യം കൽപ്പിക്കുന്നത്. അപ്പൊ സ്ത്രീകളുടെ വിമോചനം സാധ്യമാകുന്നത് സ്ത്രീകളുടെ സാമ്പത്തിക വിമോചനത്തിലൂടെയാണ് എന്ന് ഓർത്തു വെച്ചാൽ മതി. ഓക്കെ, ദെൻ അടുത്തത് മൂല്യാധിഷ്ഠിത നാരീവാദം അല്ലെങ്കിൽ റാഡിക്കൽ ഫെമിനിസം എന്നതാണ്. നിങ്ങൾ ഇതിന്റെ ഇംഗ്ലീഷ് പേരുകളായിരിക്കും കുറച്ചുകൂടി സൗകര്യപ്രദം. സോ റാഡിക്കൽ ഫെമിനിസം എന്ന് പറയുന്നത് സ്ത്രീകൾ ഇങ്ങനെ തലമുറകളായിട്ട് അടിച്ചമർത്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ മൂല കാരണം എന്ന് പറയുന്നത് പാട്രിയാർക്കൽ സിസ്റ്റമാണ്. അപ്പൊ അതിനാല് ഇതിനെ റാഡിക്കൽ ചേഞ്ചസ് ആണ് കൊണ്ടുവരേണ്ടത് എന്നുള്ള ഒരു വാദമാണ് റാഡിക്കൽ ഫെമിനിസം എന്ന് പറയുന്നത്. ദെൻ പോസ്റ്റ് മോഡേൺ ഫെമിനിസം ആണ് അടുത്തത്. സ്ത്രീകളുടെ ജീവിതാനുഭവങ്ങൾ അത് വ്യത്യസ്തമാണ്. അതിനാൽ ഒരൊറ്റ
ഫെമിനിസ്റ്റ് അപ്രോച്ച് മതിയാകില്ല എന്ന് പറയുന്ന അല്ലെ, അതിനെ പലതരത്തിലുള്ള പലതരത്തിലേക്ക് അതിനെ വിശദീകരിക്കേണ്ടതായിട്ട് വരുമെന്ന് പറയുന്നതാണ് പോസ്റ്റ് മോഡേൺ ഫെമിനിസം എന്ന് പറയുന്നത്. അതിനെ പ്രകൃതിവാദത്തിലേക്കും സ്വത്വവാദത്തിലേക്കും ഒക്കെ കണക്ട് ചെയ്യുന്നതാണ് പോസ്റ്റ് മോഡേൺ ഫെമിനിസം എന്ന് പറയുന്നത്. ഇനി നമുക്ക് നമ്മളുടെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റ് കൂടി ഇതിൽ ഡിസ്കസ് ചെയ്തിട്ട് ഈ പാഠഭാഗം അവസാനിപ്പിക്കാം. അതായത് 3 waves ഫോർ ഫെമിനിസം. ഫെമിനിസത്തിന്റെ 3 waves, 3 തരംഗങ്ങൾ എന്ന് നമുക്ക് പറയാം. 3 waves ഉണ്ട്, 3 waves ഓഫ് ഫെമിനിസം. അതെന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പൊ ചരിത്രപരമായിട്ട് 3 തരംഗങ്ങളാണ് ഈ ഫെമിനിസ്റ്റ് ആശയങ്ങളിൽ വന്നിട്ടുള്ളത് എന്നാണ് പറയുന്നത്. അപ്പൊ ഇതില് ഒന്നാമത്തേത് പ്രഥമ തരംഗം അല്ലെങ്കിൽ ഫസ്റ്റ് വേവ് എന്ന് പറയുന്നത് 19ാം ശതകം മുതൽ 20ാം ശതകത്തില് ആരംഭിച്ചിട്ടുള്ള 20ാം നൂറ്റാണ്ടിന്റെ ആരംഭം നടന്നിട്ടുള്ള കുറച്ച് സംഭവങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഈ ഒരു ഫസ്റ്റ് വേവ് ഉണ്ടാകുന്നത്. ഇതിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് വളരെ റാഡിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ വിപ്ലവാത്മകമായിട്ടുള്ള കാര്യങ്ങൾ, സ്ത്രീകൾക്ക് വോട്ടവകാശം കൊടുക്കണം, അങ്ങനെയൊക്കെയുള്ള വളരെ പോസിറ്റീവ് ആയിട്ടുള്ള പുരോഗമനാത്മകമായിട്ടുള്ള കാര്യങ്ങളാണ്. സ്ത്രീകൾക്ക് വിദ്യാഭ്യാസ അവകാശം നൽകണം, അതുപോലെ തന്നെ ഇങ്ങനെയുള്ള മാരിറ്റൽ ലൈഫിൽ സ്ത്രീകൾക്ക് അവകാശങ്ങൾ നൽകണം, നിയമപരമായിട്ടുള്ള സമത്വം, തുല്യ ജോലി, തുല്യ വേതനം, ഇങ്ങനെയുള്ള വളരെ അത്യാവശ്യമായിട്ടുള്ള വളരെ പുരോഗമനാത്മകമായിട്ടുള്ള എന്നാൽ സ്ത്രീകളുടെ പിന്നോക്കാവസ്ഥയ്ക്ക് ഏറ്റവും കാരണമായിട്ടുള്ള ചില മാറ്റങ്ങൾ കൊണ്ടുവരണം, കാരണങ്ങളെ മാറ്റണം എന്നതാണ് ഈ ഫസ്റ്റ് വേവിൽ പറയുന്നത്. ഇപ്പൊ ഇതിന്റെ പ്രധാനപ്പെട്ട പ്രവർത്തകരുടെ പേര് കൂടി നമ്മൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. അതില് മേരി വോൾസ്റ്റൺക്രാഫ്റ്റ് എന്ന് പറയുന്ന ഒരു ചിന്തക ആണ് ഇതിന്റെ ഒന്നാമത്തെ. ഇവരുടെ എ വിൻഡിക്കേഷൻ ഓഫ് ദ റൈറ്റ്സ് ഓഫ് വുമൺ എന്നൊരു ഗ്രന്ഥം ഇവർ 1792 രചിച്ചിട്ടുണ്ട്. വിൻഡിക്കേഷൻ ഓഫ് ദ റൈറ്റ്സ് ഓഫ് വുമൺ എന്ന മേരി വോൾസ്റ്റൺക്രാഫ്റ്റിന്റെ വർക്കാണ്. ഇതൊന്ന് അറിഞ്ഞിരിക്കുക. ഫസ്റ്റ് വേവിലെ ചിന്തകനാണ്. ഇനി ഫസ്റ്റ് വേവിലെ ചിന്തകയാണ്. ഫസ്റ്റ് വേവിലെ തന്നെ മറ്റൊരു ചിന്തക സൂസൻ ബി ആന്റണി ആണ്. സൂസൻ ബി ആന്റണിയുടെ അതുപോലെ തന്നെ എമിലി ഡേവിഡ്സൺ, അതുപോലെ എമ്മ ലൈൻ പാങ്ഹേഴ്സ്റ്റ്, ഇവരൊക്കെ ബ്രിട്ടനിലും അമേരിക്കയിലും ഒക്കെ വോട്ടവകാശത്തിനായിട്ട് പോരാടിയ ഒരു നേതാക്കളാണ്. അപ്പൊ ഇവര് സഫ്രഗേറ്റ് പ്രസ്ഥാനം എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ? എന്താണ് സഫ്രേജ് എന്ന് പറഞ്ഞാൽ എന്താ? വോട്ടവകാശം അല്ലെ? യൂണിവേഴ്സൽ അഡൾട്ട് സഫ്രേജ് എന്നൊക്കെ നമ്മൾ സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തിനൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. സോ ഈ സഫ്രഗേറ്റ് പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് പ്രവർത്തിച്ച വനിതകളാണ് ഇവരെല്ലാം. ഇനി ഇതിന്റെ ഒരു സ്വാധീനം നോക്കാം. പല രാജ്യങ്ങളിലും സ്ത്രീകൾക്ക് വോട്ടവകാശം കിട്ടി എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട സ്വാധീനം അല്ലെങ്കിൽ റിസൾട്ട് എന്ന് പറയുന്നത്. വളരെ വലിയ ഒരു മാറ്റമാണ് ഇത് കൊണ്ടുവരുന്നത്. കൂടാതെ സ്ത്രീകളുടെ വിദ്യാഭ്യാസം വർദ്ധിച്ചു, നിയമപരമായിട്ടുള്ള സ്വാതന്ത്ര്യങ്ങളൊക്കെ സ്ത്രീകൾക്ക് ലഭിച്ചു. വളരെ പുരോഗമനാത്മകമായിട്ടുള്ള ഘട്ടമാണ് ഒന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ സെക്കൻഡ് വേവ് ഫെമിനിസം ആണ്. ഇത് രണ്ടാമത്തെ ഘട്ടം. അത് 1960 മുതൽ 80 വരെയുള്ള ഘട്ടമാണ്. ഇത് തൊഴിൽ മേഖലയിൽ സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട്, അതുപോലെ റീപ്രൊഡക്റ്റീവ് റൈറ്റ്സ്, കുട്ടികൾക്ക് ജന്മം നൽകുന്ന അതുമായി ബന്ധപ്പെട്ട അവകാശങ്ങള്, അതുപോലെ അബോർഷൻ, ഗർഭഛിദ്രം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള അവകാശങ്ങള്, അതുപോലെ ഈക്വൽ പേ വേണം അല്ലെ, തുല്യ വേതനം നൽകണം, പുരുഷന്മാരോട് തുല്യമായിട്ടുള്ള കൂലി സ്ത്രീകൾക്കും കിട്ടണം എന്ന് പറയുന്നത്, അതുപോലെ ലൈംഗികപരമായിട്ടുള്ള ആവശ്യങ്ങളില് സമത്വം, കൂടാതെ തന്നെ ലൈംഗിക പീഡനങ്ങൾക്കെതിരായിട്ടുള്ള അവകാശം, അത് കൂടാതെ തന്നെ തീർച്ചയായിട്ടും ഇവരും പാട്രിയാർക്കൽ സിസ്റ്റത്തെയും അറ്റാക്ക് ചെയ്തു. ഇത്രയുമാണ് ഇവിടെ ഈ രണ്ടാമത്തെ വേവില് സംഭവിക്കുന്നത്. അപ്പൊ ആദ്യത്തെ വേവിൽ നിന്ന് നമുക്ക് രണ്ടാമത്തെ വേവിലേക്ക് വരുമ്പോൾ ഉള്ള ഒരു മാറ്റം കാണാൻ പറ്റുന്നത്, ആദ്യ വേവ് വളരെ ബേസിക് ആയിട്ടുള്ള വിദ്യാഭ്യാസം, വോട്ടവകാശം, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ്. ഇവിടെ കുറച്ചുകൂടി അവരുടെ ജീവിതോപബന്ധിയായിട്ടുള്ള കാര്യങ്ങളിലേക്ക് രണ്ടാമത്തെ വേവില് വരുന്നു. അപ്പൊ ഇതിലെ പ്രധാന പ്രവർത്തകര് ഒന്നാമത്തത് സൈമൺ ദി ബൊമുവർ എന്ന് പറയുന്ന ഒരു ചിന്തകയാണ്. ഇവരുടെ ദ സെക്കൻഡ് സെക്സ് എന്നുള്ള വളരെ വിഖ്യാതമായിട്ടുള്ള ഒരു വർക്ക്, ദ സെക്കൻഡ് സെക്സ് എന്നാണ് ഇവരുടെ വർക്കിന്റെ പേര്. 1949 ഈ വർക്ക് പുറത്തിറങ്ങുന്നത്. അതുപോലെ തന്നെ ബെറ്റി ഫ്രീഡൻ, നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള പേര് തന്നെയാണ് ബെറ്റി ഫ്രീഡന്റേത്. അപ്പൊ ബെറ്റി ഫ്രീഡന്റെ ദ ഫെമിനൈൻ മിസ്റ്റിക് എന്ന ഗ്രന്ഥം, അതും വളരെ ഫേമസ് ആണ്. ബെറ്റിയുടെ ദ ഫെമിനൈൻ മിസ്റ്റിക്. അപ്പൊ 1963 ഈ ഒരു ഗ്രന്ഥം പുറത്തിറങ്ങിയത്. ഇനി മറ്റൊന്ന് നിങ്ങൾക്ക് അത്ര പരിചിതമല്ലാത്തൊരു പേരാണ് ഗ്ലോറിയ സ്റ്റീനിം ആണ്. ഗ്ലോറിയ സ്റ്റീനിമിന്റെ മീഡിയയിലൂടെ സ്ത്രീ വിമോചനം എന്ന ആശയമാണ് ഇവര് പ്രചരിപ്പിച്ചത്.
അപ്പൊ ഇതിന്റെ ഒരു സ്വാധീനം ഗർഭഛിദ്രത്തെ നിയമവിധേയമാക്കി എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു സ്വാധീനം. അതുപോലെ തന്നെ സ്ത്രീകൾക്ക് ഈ ഈക്വൽ പേ എന്ന നിയമം വന്നതോടുകൂടി തൊഴിൽ മേഖലയിൽ കൂടുതലായിട്ട് സ്ത്രീകൾ കടന്നു വരാൻ തുടങ്ങി. അതുപോലെ ലൈംഗിക പീഡനത്തിനെതിരെ കൃത്യമായിട്ടുള്ള നിയമങ്ങൾ, നിയമാനുസൃതമായിട്ട് തന്നെ ലൈംഗിക ചൂഷണങ്ങളെ തടയിടാനായിട്ട് സാധിച്ചു. അതുവരെ ഗാർഹികമായിട്ടും തൊഴിലിടങ്ങളിലും പൊതു ഇടങ്ങളിലും ഒക്കെ വെച്ച് സ്ത്രീകള് ലൈംഗികമായി ചൂഷണം ചെയ്യപ്പെട്ടു. എന്നാൽ ലൈംഗിക ചൂഷണത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും സ്ത്രീയുടെ തലയിൽ മാത്രം കെട്ടിവെക്കുന്ന ഒരു സിസ്റ്റം ആയിരുന്നു. ഒരു സ്ത്രീ ലൈംഗികമായി ചൂഷണം ചെയ്യപ്പെട്ടാൽ അത് സ്ത്രീയുടെ കുഴപ്പം എന്നുള്ള രീതിയിലായിരുന്നു പറയപ്പെട്ടിരുന്നത്. എന്നാൽ ഈ സെക്കൻഡ് വേവില് സ്ത്രീകൾക്കെതിരായിട്ടുള്ള പരാമർശങ്ങളെയും സ്ത്രീകൾക്കെതിരായിട്ടുള്ള ലൈംഗിക അതിക്രമങ്ങളെയും ഒക്കെ ഒരു ക്രിമിനൽ കുറ്റമായിട്ട് പരിഗണിച്ചു. അതോടുകൂടി സ്ത്രീകളെ പൊതുധാരയില് കൂടുതൽ കാണാനായിട്ട് തുടങ്ങി. രാഷ്ട്രീയത്തിലൊക്കെ സ്ത്രീകളുടെ ഇൻവോൾവ്മെന്റ് ഈ ഒരു ഘട്ടത്തില് സെക്കൻഡ് വേവിലാണ് വരുന്നത്. ഇനി നമുക്ക് തേർഡ് വേവ് ഫെമിനിസം എന്താണെന്ന് നോക്കാം. ഇത് റീസെന്റ് ആയിട്ട് വന്ന ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള ഒരു വേവ് ആണ്. 1990-കൾക്ക് ശേഷം വരുന്നതാണ് ഈ തേർഡ് വേവ് എന്ന് പറയുന്നത്. ഇത് ലിംഗപരമായിട്ടുള്ള ഡിഫറെന്റ് ശാഖകള്, അതിൽ സ്ത്രീകളുടെ അനുഭവങ്ങളെ കൂടി ഉൾക്കൊള്ളണം എന്ന് പറയുന്ന ഒരു രീതിയാണ്. അതായത് കേവലം വോട്ടവകാശം കിട്ടുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്നത് കൊണ്ടോ തീരുന്നതല്ല. ഓരോ സ്ത്രീകൾക്കും അവര് വ്യത്യസ്തമായ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നു എന്നും അതുകൊണ്ട് ഇതിനെ വളരെ ഡീറ്റെയിൽ ആയിട്ട്, ഡീപ്പായിട്ട്, ഹൊറിസോണ്ടലും വെർട്ടിക്കലുമായിട്ട് ഒരുപോലെയുള്ള പഠനങ്ങൾ ഈ മേഖലയിൽ നടക്കണമെന്നും പറയുന്നു. ഇതില് ഒരു സ്ത്രീ സമ്പദ് വ്യവസ്ഥ അല്ലെ, അത് ഫെമിനിസ്റ്റ് ഇക്കോണമി കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ ഡിജിറ്റൽ ഫെമിനിസം, ഏറ്റവും അത്യാധുനികമായിട്ടുള്ള മേഖലയിലേക്ക് കൂടി ഫെമിനിസം വ്യാപിപ്പിക്കുന്നതാണ് ഡിജിറ്റൽ ഫെമിനിസം. കൂടാതെ ട്രാൻസ് ഫെമിനിസം എന്നൊരു വശം കൂടി ഇതിന് വരുന്നുണ്ട്. ട്രാൻസ്ജെൻഡേഴ്സിനെയൊക്കെ കൂടി ഇതിലേക്ക് എംബ്രാസ് ചെയ്യുന്നതാണ് ട്രാൻസ് ഫെമിനിസം. ഇനി ഇതിൽ പ്രധാനപ്പെട്ട ചിന്തകരെ കൂടി നമ്മളൊന്ന് നോക്കണം. ജൂഡിത്ത് ബട്ട്ലർ ആണ് ഒന്നാമത്തെ. അപ്പൊ ജൂഡിത്ത് ബട്ട്ലറിന്റെ ലിംഗ സാമൂഹിക ഒരു നിർമ്മിതിയാണെന്ന് പറയുന്നു. സാമൂഹിക നിർമ്മിതിയാണ് ലിംഗം എന്നതാണ് ഇവരുടെ അഭിപ്രായം. അതുപോലെ തന്നെ റുക്സാന ഗേ എന്ന ബാഡ് ഫെമിനിസ്റ്റ് എന്ന ഇവരുടെ 2014 പുറത്തിറങ്ങിയ റുക്സാന ഗേയുടെ വർക്കുണ്ട്. ഇത് അതുപോലെ തന്നെ ബെൽ ഹൂക്സ് ആണ് മറ്റൊരു പ്രധാന ചിന്തക. ഇവര് ഇന്റർസെക്ഷണൽ ഫെമിനിസം എന്ന ആശയമാണ് ബെൽ ഹൂക്സ് മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ ഇവരുടെ ഒരു സ്വാധീനം നമുക്ക് ഈ റീസെന്റ് ആയിട്ട് വളരെ വിശദമായിട്ട് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഫെമിനിസ്റ്റുകളുടെ സ്വാധീനം പലപ്പോഴും മീ ടു ക്യാമ്പയിനിങ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഫെമിനിസം ഒരുപാട് ഡിസ്കസ് ചെയ്യപ്പെടുന്നതാണ്. എന്തായാലും ഒരു രണ്ടാം കിട പൗരന്മാർ എന്ന നിലയിൽ കാണപ്പെടുന്ന സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് വന്ന ശക്തമായിട്ടുള്ള ഒരു ആശയധാരയാണ് ഫെമിനിസം. ഇത്രയാണ് നമുക്ക് ഈ ഒരു യൂണിറ്റിൽ പഠിക്കാനുള്ളത്.